രാജുവൻ ചേട്ടാ, ഇന്നലെ ഒരു പ്രമുഖ ചാനലിൽ പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിമുഖം പുറത്തു വന്നു. അതിൽ അദ്ദേഹം പറയുന്നത് തനിക്കെതിരെ ശക്തമായ ഗൂഢാലോചന നടന്നതായി അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് തന്റെ ഭാഗം കേൾക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, ഞാൻ അത് അഡ്മിറ്റ് ചെയ്തെങ്കിലും തനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ബാധ്യത പാർട്ടിക്കുണ്ടായിരുന്നു. ആ ഒരു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു വാദത്തെ താങ്കൾ എങ്ങനെ കണ്ടിക്കും? തീർച്ചയായിട്ടും രാഹുൽ പറയാനുള്ള വാദം കോൺഗ്രസ് കേൾക്കണമായിരുന്നു. സണ്ണി ജോസഫും സതീശനും അത് കേൾക്കണമായിരുന്നു, ഗൗരവത്തോടെ പരിഗണിക്കണമായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഒരു യുദ്ധരംഗത്താണിപ്പോൾ നിലവിൽ. കഴിഞ്ഞ 6 മാസമായിട്ട് അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട യുദ്ധരംഗത്താണ്. ഇവിടെ ചെറിയ ഒരു തിരിച്ചടി പോലും കോൺഗ്രസിനെ ബാധിക്കും. കോൺഗ്രസിൻ്റെ പ്രചരണത്തെ, പബ്ലിസിറ്റിയെ സ്പിയർ ഹെഡ് ചെയ്തിരുന്നത്, അതിൻ്റെ കുന്തമുനയായിട്ട് നിന്നിരുന്നത് ഷാഫി പറമ്പലും രാഹുൽ മാങ്കൂട്ടമാണ്. അതിലൊരാൾക്കൊരിടർച്ച പറ്റുമ്പോൾ അദ്ദേഹത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മൊത്തം പാളും. ഇപ്പം നമ്മൾ രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ ഡിനൈ ചെയ്ത കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് തെളിഞ്ഞാൽ കോൺഗ്രസിൻ്റെ സ്ഥിതി എന്നാവും? അപ്പോൾ അങ്ങനെ ഒരു മുൻകൂർ ജാമ്യം ആരെടുത്തു? കോൺഗ്രസ് എടുത്തു. അതുകൊണ്ടാണ് നിയമസഭാ കക്ഷിയിൽ നിന്നും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുലിനെ മാറ്റുവാൻ. നിലവിൽ നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റി ഉണ്ടല്ലോ, രാഹുലിനെ എം.എൽ.എ. സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കണമെങ്കിൽ എത്തിക്സ് കമ്മിറ്റിയിലേക്കാണല്ലോ പരിഗണിക്കാൻ വേണ്ടത്. എത്തിക്സ് കമ്മിറ്റിയിൽ UA ലത്തീഫും റോജി M. ജോണുമാണ് UDF പ്രതിനിധികളായിട്ടുള്ളത്. ബാക്കിയുള്ളവർ LDF ലത്തീഫ് മുസ്ലിം ലീഗിന്റെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട 2 ദിവസത്തിനുള്ളിൽ ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. കാരണം ഇപ്പൊ സഭയിൽ രാഹുൽ വരുന്നില്ല. ഇപ്പൊ നിയമസഭ നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത്. സഭയിൽ രാഹുൽ ഹാജരാവുന്നില്ല. എടുത്തു പറയേണ്ട കാര്യം ഈ PR വർക്കിനെ കുറിച്ചാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ചില PR കമ്പനികളെ, PR ഏജൻസികളെ ഏൽപ്പിച്ചു വന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. തനിക്ക് അനുകൂലമായി പണ്ട് മോഡിക്കെതിരെ മോശം ഇമേജ് ഉണ്ടായപ്പോൾ പല PR കമ്പനികൾ, വൻകിട PR കമ്പനികളെ വെച്ചുകൊണ്ട് PR പണി മോഡി മനോഹരമായി എക്സിക്യൂട്ട് ചെയ്ത് അത് നടപ്പിലാക്കിയ ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അതുപോലെ PR വർക്കുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും മുഖ്യധാരയിലേക്ക് വരാൻ വേണ്ടി PR പണികൾ വളരെ കാര്യക്ഷമമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഒരു പ്രമുഖ ചാനലിൽ ഏകദേശം 49 മിനിറ്റുള്ള ഇന്റർവ്യൂ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തതെന്നാണ് പറയുന്നത്. വേറെ ഒരു ചാനലിലും, മലയാളത്തിലെ വേറെ ഒരു ചാനലിലും ഇന്റർവ്യൂ വന്നിട്ടില്ല, എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ. മറ്റൊരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സ്വതന്ത്രനായി മത്സരിക്കാൻ നീക്കം നടത്തുന്നതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. കാരണം എന്തായാലും UDF എന്തായാലും രാഹുലിന് സീറ്റ് കൊടുക്കൂല. കാരണം 18,000-ൽ പരം വോട്ടുകൾക്കാണ് ഒരു വർഷം മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് തന്നെ ചരിത്രത്തിലുണ്ടായ മികച്ച ഒരു ഭൂരിപക്ഷത്തോടുകൂടി പാലക്കാട് ജയിച്ചത്. എന്നാലും പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കില്ല എന്ന കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള നീക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തിൽ നിന്ന് ഉണ്ടാവുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇനി മുന്നണി മാറ്റം BJP-യിലേക്കോ CPM-ലേക്കോ മുന്നണി മാറ്റവും രാഹുലിന് ഗുണകരമാവില്ല. എന്തായാലും BJP എടുക്കൂല. BJP എടുക്കുമെന്നറിയില്ല. എന്തായാലും ഇടതുപക്ഷം എടുക്കാൻ സാധ്യത കുറവാണ്. നിലവിലെ സാഹചര്യത്തിൽ ഒരു മുന്നണി മാറ്റം, രാഷ്ട്രീയ മാറ്റം ഗുണകരമാവില്ല. പിന്നെ MLA സ്ഥാനം തെറിപ്പിക്കുമോ എന്നാലും എത്തിക്സ് കമ്മിറ്റിക്ക് മേൽ സമ്മർദ്ദമുണ്ടെന്ന് പറയുന്നു. കാരണം MLA സ്ഥാനത്ത് നിന്ന് രാഹുലിനെ അയോഗ്യനാക്കണമെന്ന കാര്യത്തിൽ എത്തിക്സ് കമ്മിറ്റിക്ക് മേൽ. താങ്കൾ ഈ പറഞ്ഞ 2 കാര്യങ്ങൾ, ഒന്ന് രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് മത്സരിക്കുന്ന കാര്യം, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് മത്സരിക്കാനായിട്ട് ഒരു കോൺഗ്രസ് ടിക്കറ്റിലോ UDF ടിക്കറ്റിലോ പിന്തുണയോടെ മത്സരിക്കാൻ പറ്റില്ല. അവർ പിന്തുണ കൊടുക്കുകയില്ല. പക്ഷെ മറിച്ച് മറ്റൊരു സാധ്യത കോൺഗ്രസിൻ്റെയും രാഹുലിൻ്റെ മുമ്പിലുണ്ട്. രാഹുൽ മത്സരിക്കുകയും കോൺഗ്രസ് മനസാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യാൻ ജനങ്ങൾക്ക് പെർമിഷൻ കൊടുക്കും. അതാണ് ഏറ്റവും. എന്തായാലും K. മുരളീധരന്റെ പേര് കേൾക്കുന്നുണ്ട്, VT ബൽറാമിന്റെ പേര് കേൾക്കുന്നുണ്ട്, സന്ദീപ് വാര്യന്റെ പേര് കേൾക്കുന്നുണ്ട്. പാലക്കാട് രാഹുലിനെ മാറ്റി ഏത് കോൺഗ്രസ് നേതാവ് എന്താണ് ചിലപ്പോൾ തോക്കാനുള്ള സാധ്യത. അത് പറയാൻ പറ്റില്ല. UDF സീറ്റ് നിലനിർത്തും, ഭൂരിപക്ഷം കുറവായിരിക്കും. അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന BJP-യോട് 2ാം സ്ഥാനത്താണ്, LDF 3ാം സ്ഥാനത്താണ്. BJP-യുടെ 2ാം സ്ഥാനം ഇന്നലത്തെ കൊണ്ട് പോയി സാർ. അല്ല, ഞാൻ പറഞ്ഞ 2021-ലും ഇപ്പൊ കഴിഞ്ഞ ബൈ ഇലക്ഷനിലും BJP 2ാം സ്ഥാനത്താണ്, 3ാം സ്ഥാനത്ത് LDF ആണ് അവിടെ. അല്ല,
ഇപ്പൊ ഇന്നലത്തെ കേന്ദ്ര ബജറ്റ് നിർമ്മലാ സീതാരാമൻ ആ പുസ്തകം തുറന്ന് വായിച്ചത് ഞാൻ ബജറ്റ് രാഷ്ട്രീയ ബജറ്റല്ല, ഞാൻ ബജറ്റിനെ പറ്റിയല്ല പറയുന്നത്. ബജറ്റിൽ കേരളത്തിന് പൂർണ്ണമായും നിരാശയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ബി ജെ പി ഡിഫൻസിലാണ് ഇപ്പൊ ഭയങ്കരമായ ഡിഫൻസ്. അപ്പൊ അവരുടെ പഴയ വോട്ടുമായിട്ട് നമ്മളിപ്പോ കണക്ക് കൂട്ടിയിട്ട് പഴയ 14% അവർ പോകും. ഇപ്പൊ കയറി വന്ന 20% മിനിമം 14%, 15 താഴെ പരിപാടി. അതിനാ സാധ്യത. പക്ഷെ അവിടെ കോൺഗ്രസിന് ചെയ്യാവുന്ന കാര്യം ഞാൻ പറഞ്ഞു, ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാനേ, ജനങ്ങളുടെ കോടതിയിലേക്ക് വിടുക, മനസാക്ഷി അനുസരിച്ച് വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ മാത്രം മതി. അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സമർത്ഥനായ ക്രിമിനലാണ്, സംശയമുണ്ട് അക്കാര്യത്തില്. എനിക്ക് യാതൊരു സംശയമില്ല. മാത്രമല്ല പാലക്കാടുകാർ ഇനി എന്തിന് രാഹുലിന് വോട്ട് ചെയ്യണം? രാഹുലിന്റെ ഉദ്ദേശം ഇനി ലൈവായി നിൽക്കണം. ഇപ്പൊ ആദ്യ അതിജീവിതയുടെ പരാതിയിൽ സെഷൻസ് കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയപ്പോൾ പറഞ്ഞത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗികബന്ധമായിരുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത്തെ അതിജീവിതയുടെ പരാതിയിൽ പറഞ്ഞപ്പോൾ വെൽ ഡ്രാഫ്റ്റഡ് കെട്ടുകഥയാണെന്ന് പറഞ്ഞു. മൂന്നാമത്തെ അതിജീവിതയുടെ പരാതി പറഞ്ഞപ്പോഴും പറഞ്ഞു ഇത് ഉഭയകക്ഷി ബലാത്സംഗമല്ല, ഉഭയകക്ഷി സമ്മതപ്രകാരം. ഒരു സെക്കൻഡ് പി ശശിയെ ഏതെങ്കിലും നിയമമണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയ എന്തായിരിക്കണം നിലപാട്? പറയോ? ഇതേ നിലപാട് CPM എടുക്കുവോ? അതെ, എടുക്കുവോ? അല്ല, കോൺഗ്രസ് എടുത്ത ക്രിസ്റ്റൽ ക്ലിയറായ ഉറച്ച നിലപാടാണ് കോൺഗ്രസ് എടുത്തത്. വി.ഡി. സതീശനും സണ്ണി ജോസഫും എടുത്ത നിലപാട് 100% ശരിയാണെന്നുള്ള പ്രകാരം. നാളെ പി ശശിയെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുവോ ഇല്ലയോ എന്നുള്ള ഒറ്റ ചോദ്യത്തിന് ഉത്തരം പറയാം. പി ശശിയെ നിർത്തുമെന്ന് ഞാനല്ലോ തീരുമാനം. നിങ്ങളുടെ സാധ്യത കുറവാണ്, സാധ്യത കുറവാണ്. സമ്മതിച്ചല്ലോ. നാളെ അങ്ങനെ നിർത്തി മുകേഷിനെ മാറ്റുമല്ലോ. മുകേഷിനെ മാറ്റും. മുകേഷിന് സാധ്യതയില്ല. ഗണേശന് കൊടുക്കും. ഗണേശ് മത്സരിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ ഇപ്പോഴും നിലവിൽ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പത്തനാപുരത്തെ മറ്റേ അസംബ്ലിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെ UDF മെജോറിറ്റി ഉണ്ട്. പക്ഷേ അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ രാഹുൽ ചക്രമണിയുമായിട്ട് ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ രാഹുൽ ചക്രമണി പറഞ്ഞത് KB ഗണേഷ് കുമാർ പത്തനാപുരത്ത് വീണ്ടും മത്സരിക്കുകയാണെങ്കിൽ ജയ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. അല്ല, അത് ആ സാധ്യതയുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഗണേഷ് കുമാറിന് കുറെ കൂടെ അനുകൂലമായ ഘടം വന്നു. അവിടെ BJP യോട്ട് കുറയുന്നതനുസരിച്ച് കൂടുതലും UDF കിട്ടുന്നതിനേക്കാൾ സാധ്യത ഗണേഷ് കുമാറിന് കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം ചില ബന്ധങ്ങൾ ഉണ്ടായേക്കും അവിടെ. അതുകൊണ്ടാണ് പറഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്, അതിനേക്കാൾ കൂടുതൽ ഇത്തവണ കിട്ടും. ഞാനൊരു കാര്യം കൂടി, കേരളത്തിലെ ഒരു പ്രമുഖയായ മാധ്യമ പ്രവർത്തകയാണ് ലക്ഷ്മി പത്മ. ലക്ഷ്മി പത്മയിട്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിക്കാം. മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ 24 മാധ്യമ പ്രവർത്തകർ ഹാഷ്മി താജ് ഇബ്രാഹിം ചോദിക്കാതെ പോയ ചില ചോദ്യങ്ങൾ, സമാഹരിക്കാതെ പോയ തെളിവുകൾ. 1. മൂന്നാമത്തെ പരാതിക്കാരിയിൽ നിന്നും സാമ്പത്തികവും സമ്മാനങ്ങളും സ്വീകരിച്ചില്ല എങ്കിൽ അവർ നടത്തിയിരിക്കുന്ന ബാങ്ക് ട്രാൻസ്ഫറുകളും ഓൺലൈൻ പർച്ചേസുകളും കൊറിയർ ഡീറ്റെയിലുകളും എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലേക്ക് പോകുന്നത്? കോടതി സമക്ഷമുള്ള തെളിവുകളാണ് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അതിജീവിതകൾക്കെതിരെ ദുർബല വാദമുഖങ്ങൾ ഉയർത്താൻ ഒരു മടിയും കാണിക്കാത്ത രാഹുൽ എന്തുകൊണ്ടാണ് ഗർഭചിത്രമടക്കമുള്ള ഗുരുതര പരാതികളെ കുറിച്ച് മിണ്ടാത്തത്? തനിക്ക് ഉത്തരമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവയെല്ലാം കോടതിയുടെ പരിഗണനയിൽ അല്ലേ എന്ന് ഉരുളുന്ന രാഹുൽ കോടതിയുടെ പരിഗണനയിൽ തെളിവുകളായി ഇരിക്കുന്ന ചാറ്റുകളെ പറ്റി തെറ്റിദ്ധാരണാജനകമായ കാര്യങ്ങൾ പറയുന്നത് എങ്ങനെ? 4. പാലക്കാടുകാരിയല്ലാത്ത മൂന്നാം പരാതിക്കാരിയെ എന്തിന് രാഹുൽ ഫ്ളാറ്റ് വാങ്ങലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബിൽടെക് ഗ്രൂപ്പുമായി സംസാരിക്കാൻ ചുമതലപ്പെടുത്തണം? 5. തന്റെ ഫ്ളാറ്റിലേക്ക് വരുന്നത് സേഫ് ആണെന്ന് കരുതിയാണ് മൂന്നാം പരാതിക്കാരി അവിടേക്ക് വരാമെന്ന് ഏറ്റതെങ്കിൽ എന്തിനാണ് അവർ അവരുടെ സുഹൃത്തിനെയും രാഹുലിന്റെ സുഹൃത്തായ ഫെനിയെയും ഒപ്പം കൂട്ടണം എന്ന് ഈ ചാറ്റുകളിൽ പറയുന്നത്? കോടതിയിൽ തെളിവായിരിക്കുന്ന ചാറ്റിന്റെ സ്ക്രീൻഷോട്ട് അവർ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. പരാതിപ്പെട്ട 3 പേരുമായും ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ബന്ധമെന്ന് രാഹുൽ പറയുമ്പോഴും ഒരു രാഷ്ട്രീയ നേതാവിന്, അത് പ്രധാനപ്പെട്ട കാര്യം, ഒരു രാഷ്ട്രീയ നേതാവിന് ഒരേ സമയം ഇതെങ്ങനെ സാധ്യമാവുന്ന ധാർമ്മികമായ ചോദ്യം. ഈ കേസുകൾ നേരാവണ്ണം പഠിച്ചെങ്കിൽ ഹാഷ്മിക്ക് അതിനാകുമായിരുന്നു. അത്യന്തം നിഷ്ഠൂരമായ ലൈംഗിക അതിക്രമങ്ങൾ മാധ്യമ മേഖലയിൽ തന്നെയുള്ള മറ്റ് സ്ത്രീകൾക്കെതിരെ ഉണ്ടായി എന്നറിഞ്ഞിട്ടും ഇതുവരെയും പരാതിപ്പെടാത്തവർ, അവയിലൊക്കെയും പരോക്ഷമായ ഒരു ചോദ്യമുന പോലും ഹാഷ്മിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാത്തത് എന്തുകൊണ്ട്? അതിജീവിതകൾ, പരാതിയുമായി എത്തിയവരും അല്ലാത്തവരും സൈബർ ഇടങ്ങളിലും അല്ലാതെയും നേരിടുന്ന ആക്രമണങ്ങൾ നേരിട്ടറിയാവുന്ന ഹാഷ്മി അവരെയൊക്കെ മരണക്കയത്തിലേക്ക് പോവാതെ പിടിച്ചു നിൽക്കുന്നതിന്റെ അധ്വാനം കുറെയൊക്കെ മനസ്സിലാക്കിയ ഹാഷ്മി അവരുടെ എല്ലാം ചങ്ക് തകരുമെന്ന് നല്ല ഉറപ്പുണ്ടായിട്ടും ഇങ്ങനെ ഒരു വേട്ടക്കാരന് സ്പേസ് ഒരുക്കും വിധം മിനിമം ഹോംവർക്ക് ചെയ്യണമായിരുന്നു. ശ്വാസമെടുക്കാതെ നിങ്ങൾ നടത്തുന്ന, അത് ഹാഷ്മിക്കെതിരാണ്, ശ്വാസമെടുക്കാതെ നിങ്ങൾ നടത്തുന്ന ധാർമ്മിക പ്രസംഗങ്ങളിൽ
കുറച്ചെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ മുറിവേറ്റ ഈ മനുഷ്യരെ കൂടി ഒന്ന് കേൾക്കണമായിരുന്നു. വളരെ ആത്മാർത്ഥമായിട്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റായിട്ട് നമുക്ക് വ്യാഖ്യാനിക്കാം. പക്ഷേ വേടൻ സിനിമയെക്കുറിച്ച് ഇവർ എന്നാ പറഞ്ഞിരിക്കുന്നു? നിങ്ങൾക്ക് അങ്ങനെ നീതി, നിയമം, ധർമ്മം എന്ന് പറയുന്നത് നമ്മൾ 3 പേരിരിക്കുന്ന 3 പേര് ഒരേ കിട്ടിയിരുന്നു. നിങ്ങളുടെ കാര്യത്തിൽ മാത്രം വരുമ്പം തൗഫലിനെ അങ്ങോട്ട് കൃഷിച്ചേക്കാം എന്ന് പറയുകയും മറ്റ് വേടൻ സിനിമയ്ക്ക് അവാർഡ് കൊടുത്ത് അവാർഡ് സമ്മാനിച്ച നാടാണിത്. ആ വേടനെ കാണാതെ രാഹുലിനെ മാത്രം പിടിക്കാൻ പോയ, വേടനെ കൈയടിക്കാൻ പോകുന്ന താരങ്ങളെക്കുറിച്ച് എന്ത് പറയണം? ഇവരോടൊപ്പം അവരല്ലേ, ലക്ഷ്മി പത്മയോടൊപ്പം, അവരെപ്പറ്റി എന്നാ പറയുന്നത്? അതും കാണാതെ സെലക്റ്റീവായിട്ട് നിയമം നടപ്പാക്കാൻ തുടങ്ങുമ്പോൾ, നീതി നടപ്പാക്കാൻ തുടങ്ങുമ്പോൾ ആ നീതി നടത്തുന്നതിലെ ശക്തി കുറയും. അത്രേ ഉള്ളൂ. വേറെ കാര്യം. ആദ്യാർത്ഥ ജീവിത എന്റെ സുഹൃത്തു കൂടിയാണ്. ആയിക്കോട്ടെ, സുഹൃത്താണെങ്കിലും ഇല്ലെങ്കിലും അതിജീവിതയാണെങ്കിലും ഇല്ലെങ്കിലും ഈ ഒരു വിവാഹ വാഗ്ദാനം നൽകിയ ഉടനെ ഒരു പെൺകുട്ടിയോ അല്ലെ യുവതിയോ വേറെ രണ്ടാമത്തെ കല്യാണം കഴിക്കാനോ ആരും ഇറങ്ങിപ്പോണോ? പിന്നെ ഹോട്ടലിലേക്ക് പോണോ? ഒറ്റ ചോദ്യം. ചോദിച്ചേ, ഇപ്പൊ നമ്മൾ ഈ അതിജീവിതമാരെന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ രാഹുലിന്റെ കേസിൽ 3 അതിജീവിതമാരാണ് പറഞ്ഞത്. പറയാൻ യോഗ്യരാണെന്ന ചോദ്യം കൂടി ഉദിക്കുന്നുണ്ട്. കാരണം ഇവര് അതിജീവിതമാരാണെന്ന് പറയാനുള്ള യോഗ്യതയുണ്ട്. കാരണം ഇപ്പൊ നമുക്കറിയാം, സൗമ്യ വധക്കേസ്, ഗോവിന്ദസ്വാമി കൊന്ന സൗമ്യ വധക്കേസ്, ജിഷ വധക്കേസ്, ഡൽഹിയിലെ നിർഭയ കേസ്, ഇവരൊക്കെ അതിജീവിതമാരാണ് പറയാം. പക്ഷെ 3 പേരും എന്തിനാണ് അവിടെ ഡൽഹിയിലേക്ക് ബോംബെക്കൊന്നും പോകണ്ട. നമ്മുടെ കേരളത്തിൽ കടുത്തിരുത്തിയിൽ മുട്ടിയറയിൽ ഡോക്ടർ വന്ദന നായർ കൊല്ലപ്പെട്ടു, ഹോസ്പിറ്റലിൽ വെച്ച് കൊല്ലപ്പെട്ടു. ഇതേ കാര്യത്തിന് അവരതിജീവിതയല്ലേ? അതെ. അവരെ ഒന്നും പറയാം, അതിനെപ്പറ്റി ഒന്നും ബോധറേഷൻ ഇല്ലാതെ ഈ ഒരു കാര്യത്തിന് വന്ദന നായർ കൊല്ലപ്പെട്ടതിനെ പറ്റി ഇവർക്ക് ആർക്കൊന്നും മിണ്ടാനില്ല. ഇവളുമാർ വന്നിട്ട് സമൂഹത്തിൽ ഒന്നും ഇത് ബംഗാളിലെ കാര്യവും ഡൽഹിയിലെ കാര്യവും പറയുക. ഇവിടെ കേരളത്തിലുണ്ടായ കാര്യമില്ല ഇത്. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളാണത്, വന്ദന നായർ, വന്ദന മോഹൻദാസ്. ഡോക്ടർ വന്ദന മോഹൻദാസ്. ഇത് കടുത്തിരുത്തി കഴിഞ്ഞ് 2 കിലോമീറ്റർ പോയാൽ മതി, അങ്ങോട്ട് പോകുമ്പോൾ വലത്ത് വശത്തെ വീട്. കൃത്യമായിട്ട് പറയാം. പക്ഷെ ഇതൊക്കെ നമുക്കറിയാവുന്ന നമ്മുടെ മുമ്പിലേക്ക് ഇവളുമാരുടെ ഈ ധാർമ്മിക പൊട്ടിത്തെറിയുണ്ടല്ലോ, പുച്ഛം മാത്രമേ ഉണ്ടാവുള്ളൂ, വേറൊന്നുമല്ല, പുച്ഛം മാത്രം. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ഉടനെ കല്യാണം നാളെ നിന്നെ കെട്ടാം പറഞ്ഞാൽ ഉടൻ അവൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോവാണ് അവൻ വിളിക്കുന്ന ഹോട്ടലിലേക്ക്. അങ്ങനെയാണ് ഇപ്പോൾ പ്രേമനൈരാശ്യം കൊണ്ടുപോകാൻ ഇത്തരം ബന്ധങ്ങൾ കൊണ്ടുപോകണം. ആത്മഹത്യ നടക്കണമെങ്കിൽ കേരളത്തിൽ എത്ര ആത്മഹത്യ ഒരു ഈ സമയം നമ്മൾ പറയുന്നതിനിടയ്ക്ക് 10 നിങ്ങൾ എൻ്റെ കൂടെ ചില കോളേജുകളിലേക്ക് പോകാം, അവിടെ നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നാളെ അതിജീവിക്കാൻ നമ്മൾ വഴിയിലേക്ക് ഇറങ്ങും, ഓരോ തൂണിൻ്റെ മറയിൽ എന്താ സംഭവിക്കുന്നത്? ആ നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ധർമ്മവും സദാചാരവും പറയാൻ അർഹതയുള്ള ഒരു സ്ഥാപനത്തിന് തലവന്മാരും ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് നടക്കുന്നത്.